നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില കളികൾ അങ്ങനെയാണ്. ഇതുവരെ കണ്ടത് സാമ്പിൾ വെടിക്കെട്ട്. കരുവന്നൂരിൽ അതിശക്ത നടപടികളുമായി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും ഒരുമിച്ച് നീങ്ങുന്നു. CPMന്റെ 9.5 കോടി രൂപ കണ്ടുകെട്ടിയേക്കും എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ വിഷയമാക്കി കരുവന്നൂർ വിഷയം നിലനിർത്തുകയാണ് BJPയുടെ തന്ത്രം. BJPക്കേറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃശൂർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേരളത്തിന് മുന്നിലെത്തിക്കാൻ സുരേഷ് ഗോപി നടത്തിയ ആദ്യ ശ്രമങ്ങൾ വിജയം കണ്ടിരുന്നു. തുടർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചു. കരുവന്നൂരിൽ പഴുതുകളില്ലാത്ത അന്വേഷണം നടത്തണം എന്ന നിർദ്ദേശമാണ് കേന്ദ്രം അന്വേഷണ ഏജൻസികൾക്ക് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഏറെക്കുറെ നിർജീവമായി എന്ന് ജനങ്ങൾ കരുതിയ കരുവന്നൂർ വിഷയം പെട്ടെന്നാണ് ജനമനസ്സുകളിലേക്ക് ഉയർത്തിവിട്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ഇതോടെ കരുവന്നൂർ വിഷയം വലിയ തോതിൽ ചർച്ചയാക്കി BJP. ഏറെ പ്രതീക്ഷയുള്ള തൃശൂർ സീറ്റ് സുരേഷ് ഗോപിയെ കൊണ്ട് എടുപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് BJPക്ക് ഇതിന് പിന്നിൽ. ഏറ്റവും ഒടുവിലിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരുവന്നൂരിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രിയെ ഇരിങ്ങാലക്കുടയിലെത്തിച്ച് അവിടെ നിന്ന് റോഡ് ഷോയായി നേരെ കരുവന്നൂരിലേക്ക്. ഈ മാസം 15 വീണ്ടും കേരള സന്ദർശനത്തിനൊരുങ്ങുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചു. ആലത്തൂരിൽ പ്രചരണത്തിനെത്താനായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആദ്യം താൽപര്യം പ്രകടിപ്പിച്ചത്. എന്നാൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് കരുവന്നൂരിലേക്ക് ഒരു റോഡ് ഷോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയാൽ അത് വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയാകും എന്ന് BJP കണക്കുകൂട്ടി. കരുവന്നൂർ വിഷയം സജീവമാക്കി തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ ഇത് സഹായിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. പ്രധാനമന്ത്രി തന്നെ കരുവന്നൂർ വിഷയം ഏറ്റെടുക്കുന്നതോടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മറ്റൊരു തലത്തിലേക്ക് കടക്കും. ഇത് പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ചർച്ചയ്ക്കിടവരികയും ചെയ്യും. കരുവന്നൂർ വിഷയത്തിനൊപ്പം മാസപ്പടി, മസാല ബോണ്ട് വിഷയങ്ങളിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൂടുതൽ ശക്തമായ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ BJPയുടെ ചടുല നീക്കങ്ങൾ ഏതൊക്കെ തലങ്ങളിലാകും ഇനി വ്യാപിക്കുക? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPMലെ ഏറെ പ്രമുഖരായ നേതാക്കളെ ചോദ്യം ചെയ്തേക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഏറ്റവും ഉന്നത നേതാക്കളിലേക്കും അന്വേഷണമെത്തും. കരുവന്നൂർ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് ആദ്യതലത്തിൽ അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയത് എങ്കിൽ പെട്ടെന്ന് ആദായ നികുതി വകുപ്പിന്റെ രംഗപ്രവേശം. ഇപ്പോൾ ആദായ നികുതി വകുപ്പാണ് കടുത്ത നടപടികൾക്ക് മുതിർന്നിരിക്കുന്നത്. CPMന്റെ 4 അക്കൗണ്ടുകൾ ഇപ്പോൾ തന്നെ മരവിപ്പിച്ചിരിക്കുന്നു. ഈ അക്കൗണ്ടുകളിലുള്ള പണം കണ്ടുകെട്ടും എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ പരിഭ്രാന്തരാകുന്നത് CPM നേതാക്കൾ തന്നെ. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 9.5 കോടിയുടെ 4 അക്കൗണ്ടുകളാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായ രേഖകൾ കൈമാറിയില്ല എങ്കിൽ ഈ തുക കണ്ടുകെട്ടുമെന്ന് ആദായ നികുതി വകുപ്പ് പറയുന്നു. ഇക്കഴിഞ്ഞ മാസം ഈ അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. പണത്തിന്റെ സ്രോതസ്സടക്കം വ്യക്തമാക്കാതെ പിൻവലിച്ച 1 കോടി രൂപ ചെലവഴിക്കരുത് എന്ന് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ നോട്ടീസ് നൽകിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കെ ആദായ നികുതി വകുപ്പിന്റെ ഈ അപ്രതീക്ഷിത നീക്കങ്ങൾ അമ്പരപ്പിലാക്കിയിരിക്കുകയാണ് CPMനെ. നാളെ കരുവന്നൂർ വിഷയത്തിൽ ചോദ്യം ചെയ്യലിനായി മുൻ MP PK ബിജുവിനെയും CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും വീണ്ടും ED വിളിപ്പിച്ചിരിക്കുന്നു. ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം. നേരത്തെ വിളിച്ചു വരുത്തിയപ്പോൾ MM വർഗീസിന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇതാണ് കൂടുതൽ സംശയങ്ങൾക്കിടവരുത്തിയത്. ഇക്കഴിഞ്ഞ ദിവസം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ചോദ്യം ചെയ്യവേ ആദായ നികുതി ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിലെത്തി. വൈകിട്ട് 6:30 മണിക്കായിരുന്നു ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ സംഘം വാറണ്ടുമായി എത്തിയത്. 3 മണിക്കൂറിലേറെ വർഗീസിന്റെ മൊഴിയെടുത്തു. തുടർന്ന് ഒരു ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും തൃശൂരിൽ വ്യാപകമായി റെയ്ഡുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു ആദായ നികുതി വകുപ്പ്. കരുവന്നൂരിൽ CPMന് രഹസ്യ അക്കൗണ്ടുണ്ട് എന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു വർഗീസിനെ ED മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത്. രഹസ്യ അക്കൗണ്ടുകളില്ല എന്നാണ് വർഗീസ് ഉത്തരം നൽകിയത്. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടിൽ പാർട്ടി വെളിപ്പെടുത്താത്ത 3.8 കോടി ഉണ്ട് എന്നാണ് ആദായ നികുതി വകുപ്പിന് കിട്ടിയ വിവരങ്ങൾ. ഈ തുക പലതവണ അക്കൗണ്ടിലേക്ക് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് ആദായ നികുതി വകുപ്പിന്റെ തൃശൂർ യൂണിറ്റിലെ 5 ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തിയത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച പരിശോധന രാത്രി വരെ തുടർന്നു.
CPM ജില്ലാ കമ്മിറ്റിയുടെ അടിത്തറമാന്തിയ പരിശോധനയാണ് ആദായനികുതി വകുപ്പ് നടത്തിയത്. പരിശോധനാ സമയത്ത് ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ പുറത്തുപോകാൻ പോലും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അനുവദിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്തെ ഈ നടപടി രാഷ്ട്രീയ വേട്ടയാടലാണ് എന്ന് സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തുന്നു. എല്ലാ അക്കൗണ്ട് വിവരങ്ങളും തങ്ങൾ ആദായനികുതി വകുപ്പിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ആദായനികുതി വകുപ്പ് പറയുന്നത് അക്കൗണ്ടിലുള്ള പണത്തിന്റെ സ്രോതസ്സിനെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും ഇതുവരെ ആദായനികുതി വകുപ്പിനെ CPM അറിയിച്ചിട്ടില്ല എന്നാണ്. ഒരു കാരണവും ബോധിപ്പിക്കാതെ അക്കൗണ്ട് മരവിപ്പിച്ചത് ഏറെ ദുരൂഹമാണ് എന്ന് സീതാറാം യെച്ചൂരി പറയുന്നു. എന്നാൽ CPMന്റെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സീതാറാം യെച്ചൂരിയിലേക്കും അന്വേഷണം നീളുന്നു എന്ന സൂചനകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്നു. ചുരുക്കത്തിൽ കള്ളപ്പണ ഇടപാടിൽ യെച്ചൂരിയെ അടക്കം ചോദ്യം ചെയ്യും എന്ന സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയിൽ സുപ്രീം കോടതി ഇടപെടണമെന്നാണ് സീതാറാം യെച്ചൂരി ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJPക്ക് മറുപടി നൽകുമെന്നും യെച്ചൂരി പറയുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ പാർട്ടി പണം വാങ്ങിയിട്ടില്ല എന്നും കമ്പനികളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചിട്ടുണ്ട് എന്നും യെച്ചൂരി സമ്മതിക്കുന്നു. എന്നാൽ ആരാണ് CPMന് പണം നൽകിയത്, ഏതു സംഭാവനയാണ് അക്കൗണ്ടിലിട്ടത് എന്ന് കൃത്യമായി ആദായനികുതി വകുപ്പിനെ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിയുന്നുമില്ല. 15-ാം തീയതി മോദിയെ കരുവന്നൂരിന് സമീപമുള്ള ഇരിങ്ങാലക്കുടയിലെത്തിച്ച് ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിപ്പിക്കാനാണ് ഇപ്പോൾ BJP നേതൃത്വം ശ്രമിക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുമോ? ഈ പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ CPM. അത്തരം ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ അത് വലിയ തോതിൽ ചർച്ചകൾക്കിടവരുത്തും. സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഇത് ആക്കം കൂട്ടുമെന്നാണ് BJP കരുതുന്നത്. കരുവന്നൂരിൽ സാധാരണ ജനങ്ങളുടെ പണം കവർന്നതാണ് എന്ന പൊതുവികാരം മോദിയെ എത്തിച്ച് ആളിക്കത്തിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ 15-ാം തീയതി ഇരിങ്ങാലക്കുടയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ അതിന്റെ അലയൊലികൾ കേരളത്തിൽ പ്രതിഫലിക്കും എന്ന് BJP കൃത്യമായി കണക്കുകൂട്ടുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എന്തുകൊണ്ട് കേരളത്തിൽ CPMനെതിരെ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല എന്ന് BJP ചോദിക്കുന്നു. ഇതിൽ പ്രതിപക്ഷത്തിന് പ്രതികരിക്കാൻ കഴിയില്ല. പല സ്ഥലങ്ങളിലും ഇവർ തമ്മിൽ കൂട്ടുകച്ചവടമുണ്ട് എന്നതാണ് BJPയുടെ പ്രസ്താവന. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, തൃശൂർ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, കൗൺസിലർ PK ഷാജൻ എന്നിവരെ ED മണിക്കൂറുകളോളം ഇക്കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. തുടർ ചോദ്യം ചെയ്യലിനായി അവരോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. തൃശൂരിലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങളിൽ തെറ്റുകൾക്കെതിരെ ഉറച്ച നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് സീതാറാം യെച്ചൂരി ഇപ്പോൾ പ്രസ്താവനയിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പക തീർക്കുകയാണ് BJP. അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന. ആ പണം ഞങ്ങൾ തിരിച്ചുപിടിക്കും. ശക്തമായ നീക്കങ്ങളോടെ BJPയും CPMും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ പ്രകടമാകുന്നത്. കരുവന്നൂർ വിഷയവും മസാല ബോണ്ട് ഇടപാടും മാസപ്പടി വിവാദവും വീണ്ടും കത്തിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും നീക്കം. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം. അതിനിടയിൽ നിർണായകമായ പല വിവരങ്ങളും പുറത്തുവരും. കരുവന്നൂരിലേക്ക് മോദി എത്തുന്നത് വെറും കൈയോടെ ആയിരിക്കില്ല എന്ന് BJP പ്രവർത്തകർ വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.